മുസ്ലിം ലീഗിൽ ലോക്സഭാ രാജ്യസഭാ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ തിരക്കിട്ട ചർച്ചകൾ. അന്തിമ തീരുമാനം നാളെ പാണക്കാട്ട് നടക്കുന്ന യോഗത്തിന് ശേഷം പ്രഖ്യാപിക്കും. രാജ്യസഭാ സ്ഥാനാർത്ഥിയായി PMA സലാമിന്റെ പേര് PK കുഞ്ഞാലിക്കുട്ടി നിർദ്ദേശിച്ചു. സലാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ പരാജയപ്പെടുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് ആലോചന. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം മണ്ഡലത്തിനു വേണ്ടി ET മുഹമ്മദ് ബഷീർ MP വീണ്ടും സമ്മർദ്ദം ശക്തമാക്കി. 35 വർഷവും മത്സരിച്ചത് മറ്റു മണ്ഡലങ്ങളിലാണെന്നും സ്വന്തം നാട്ടിൽ നിന്ന് മത്സരിക്കണമെന്നും ET മുഹമ്മദ് ബഷീർ പാർട്ടിയെ അറിയിച്ചു. മുബഷീർ പി അക്ബർ വിശദാംശങ്ങളുമായി. മുബഷീർ പി അക്ബർ, ലീഗിന്റെ മുമ്പിൽ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, രാജ്യസഭാ സ്ഥാനാർത്ഥി. രണ്ട്, ലോക്സഭയിൽ മലപ്പുറത്ത് നിന്നും പൊന്നാനിയിൽ നിന്നും ആരൊക്കെ മത്സരിക്കണം, പരസ്പരം വച്ചുമാറുന്നതടക്കമുള്ള ചർച്ചകളുണ്ടായിരിക്കുന്നു. ഇക്കാര്യത്തിലൊരു തീരുമാനം എപ്പോഴാണ് അറിയാൻ സാധിക്കുക? MP നികേഷ് കുമാർ നാളെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ പാണക്കാട് ചേരുന്ന യോഗത്തിൽ തന്നെയായിരിക്കും ഈ വിഷയങ്ങളിലൊക്കെ തന്നെ അന്തിമ തീരുമാനമുണ്ടാകുക. ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ വിവരം പ്രകാരം മുസ്ലിം ലീഗിന് ലഭിക്കാൻ പോകുന്ന രാജ്യസഭാ സീറ്റിലേക്ക് ഇത്തരത്തിൽ PMA സലാമിനെയാണ് മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായ PK കുഞ്ഞാലിക്കുട്ടി നിർദ്ദേശിച്ചിരിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. നിലവിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് PMA സലാം. അദ്ദേഹത്തിന്റെ പേര് തന്നെയാണ് സജീവമായി ഒരു ചർച്ചകളിലുള്ളത്. നേരത്തെ പുറത്തു വന്ന വിവരങ്ങൾ മുസ്ലിം യൂത്ത് ലീഗ് നേതാവിന്റെ പേരുൾപ്പെടെ പുറത്തു വന്നിരുന്നെങ്കിലും ഈ ഒരു ഘട്ടത്തിൽ PMA സലാമിന്റെ പേരിലേക്ക് തന്നെ അന്തിമമായി തീരുമാനം എത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ PMA സലാമിനെ തിരുവങ്ങാട് നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട ആവശ്യം ഉയർന്നിരുന്നു. എന്നാൽ അദ്ദേഹത്തെ മത്സരിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ തിരുരങ്ങാടി മണ്ഡലം പാണക്കാടെത്തി ഹൈദരലി തങ്ങൾക്ക് മുമ്പിൽ സമ്മർദ്ദം ചെലുക്കുകയും പ്രതിഷേധം അറിയിക്കുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആക്കിയായിരുന്നു അനുനയിപ്പിച്ചിരുന്നത്. ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് മുസ്ലിം ലീഗിന് ഒരു രാജ്യസഭാ സീറ്റ് ലഭിക്കുമ്പോൾ സ്വാഭാവികമായും PMA സലാമിന് അത് നൽകുക എന്നൊരു ഒരു കാര്യത്തിലേക്ക് ലീഗ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. PK കുഞ്ഞാലിക്കുട്ടിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തനാണ് PMA സലാം എന്നുള്ളത് നമുക്കറിയാം. അദ്ദേഹം സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നതുൾപ്പെടെ PK കുഞ്ഞാലിക്കുട്ടിയുടെ നിർദ്ദേശം പ്രകാരം തന്നെയായിരുന്നു. സ്വാഭാവികമായും രാജ്യസഭാ നോമിനേഷൻ ഉൾപ്പെടെ നൽകിക്കൊണ്ട് അദ്ദേഹം രാജ്യസഭാ സ്ഥാനാർത്ഥിയായി പോകുമ്പോൾ അതും PK കുഞ്ഞാലിക്കുട്ടിയുടെ നിർദ്ദേശം പ്രകാരം തന്നെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. നാളത്തെ യോഗത്തിൽ ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തിരുരങ്ങാടി മണ്ഡലത്തിൽ ഇത്തരത്തിൽ നേരത്തെ അദ്ദേഹം മത്സരിക്കാൻ ആവശ്യം ഉന്നയിച്ചിരുന്നെങ്കിലും അത് നടക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ കൂടിയായിരുന്നു അദ്ദേഹത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആക്കിയിരുന്നത്. എന്തായാലും ഇപ്പോൾ ഇത്തരം ഒരു സീറ്റ് വന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഒഴിവ് വന്ന സാഹചര്യത്തിലാണ് അത്തരം ഒരു നീക്കം ലീഗ് കേന്ദ്രങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെ ലോക്സഭാ സീറ്റുമായി ബന്ധപ്പെട്ട ആവശ്യം ഉയർന്ന ഘട്ടത്തിൽ മുസ്ലിം ലീഗിന്റെ തന്നെ മുതിർന്ന നേതാക്കൾ അത്തരം ഒരു ലോക്സഭാ സീറ്റ് ലീഗിന് ലഭിക്കില്ലെന്ന ഒരു വിലയിരുത്തലുണ്ടായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ ശക്തമായി രാജ്യസഭാ സീറ്റിലേക്ക് ആവശ്യം ഉന്നയിക്കുക, രാജ്യസഭാ സീറ്റ് ലഭിക്കുകയാണ് ഇത്തരത്തിൽ PMA സലാമിനെ രാജ്യസഭയിലേക്ക് അയക്കുക എന്നൊരു തീരുമാനമുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ ഒരു വിഷയത്തിൽ ലീഗിനുള്ളിൽ അത്തരത്തിലുള്ള അതൃപ്തി ഒന്നും തന്നെയില്ല. സ്വാഭാവികമായും PMA സലാം പോകുന്നതിനോട് എല്ലാവരും യോജിക്കുന്നു എന്നുള്ളതാണ്. ഒരു ഭാഗത്ത് ഒരു പക്ഷേ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് PMA സലാമിനെ മത്സരിപ്പിക്കുകയാണെങ്കിൽ അത് പരാജയത്തിനുൾപ്പെടെ കാരണമാകുന്ന വിലയിരുത്തലും ലീഗിന് ഒരു ഭാഗത്തുണ്ട് എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ കുറെ കാലങ്ങളായി നമ്മൾ കാണുന്നതാണ് സമസ്ത EK വിഭാഗവുമായി PMA സലാം നേരിട്ട് ഏറ്റുമുട്ടുന്നതും ഉമർ ഫൈസി പുക്കം പോലെയുള്ള സമസ്തയുടെ മുഷാവറ അംഗങ്ങളെ അദ്ദേഹം നേരിട്ട് പരാമർശിക്കുന്ന ഉൾപ്പെടെ വലിയ വിവാദങ്ങളായിരുന്നു. സ്വാഭാവികമായും അദ്ദേഹം അത്തരത്തിൽ ഏതെങ്കിലും ഒരു നിയമസഭാ മണ്ഡലത്തിൽ ലീഗിന് വേണ്ടി മത്സരിക്കുകയാണെങ്കിൽ അത് പരാജയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മുബഷീർ പി അക്ബറാണ് വിശദാംശങ്ങൾ നൽകിയത്.